ഹലോ, ഗുഡ് മോർണിംഗ്. ബോൺ വോയിസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സകലേഷ്പുരയിലാണുള്ളത്. അപ്പോൾ ഇന്നലെ ടെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഇന്ന് രാവിലെ എല്ലാം പാക്ക് ചെയ്തു. അപ്പം ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുള്ളത് സെയിം സ്പോട്ടിലുള്ളത്. ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച സെയിം സ്ഥലത്താണുള്ളത്. എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചൗ ബാത്തും പിന്നെ കോഫിയാണ്. ഇത് ചൗ ബാത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പം നാട്ടിലുള്ള ചില ആൾക്കാർക്ക് അറിയണ്ടാവില്ല. കേസരിയും ഉപ്മാവും കൂടി ഒരുമിച്ചിട്ട് തരുമ്പോഴാണ് അതിന് ചൗ ബാത്ത് എന്നുള്ള പുതിയൊരു ചൈനീസ് പേര് പോലത്തെ ഒരു പേര് വെച്ചിട്ടുള്ളൊരു വിഭവമായി മാറുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നുമില്ല, കേസരിയും ഉപ്മാവും. അപ്പോൾ ഇത് രണ്ടും കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. അങ്ങനെ ഞാനിപ്പം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇനി ചിക്മംഗ്ലൂരിലേക്ക് പോകാനുള്ള ആ ഒരു റൂട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത്. ഇവിടുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ ആനമഹൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മുടികേര വഴിയാണ് ചിക്മംഗ്ലൂരിലേക്ക് പോകേണ്ടത്. അത് കുറച്ച് ദൂരം കൂടിയ വഴിയാണ്, പക്ഷേ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഒരു എന്താ പറയുക, കുറച്ചൊരു ഗാർഡ് സെക്ഷനിൽ കൂടെയുള്ളൊരു യാത്രയായിരിക്കും. അപ്പം ഒന്നെങ്കിലും മുടികേര എന്ന് പറഞ്ഞ സ്ഥലം വഴി പോകണം, അതല്ലെങ്കിൽ പിന്നെ ബേലൂരിൻ്റെ ആ ഭാഗത്തോടെ പോകണം. അപ്പം ബേലൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ഏരിയ ആയതുകൊണ്ട് ഞാൻ പോകണോ വേണ്ടോ എന്നുള്ള ഇതിൽ നിൽക്കുക. കാരണം ബേലൂർ ഞാൻ ഇതിന് മുമ്പേ പോയിട്ടുണ്ട്. നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബേലൂർ കണ്ടതാണ്. അപ്പോൾ നമ്മൾ മുടികേര വഴി പോയി നോക്കാം. അവിടെ കാണാൻ എന്താണെന്ന് ചോദിച്ചാൽ ആ വഴിക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെ ഇന്നൊരു വെള്ളച്ചാട്ടം പാസ്സാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ് എവിടെ എത്തുന്നെല്ലാം. ഞാനിപ്പം ആനമഹൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മുടികേര പോകുന്ന വഴിക്ക് കയറിയിട്ടുണ്ട്. ഇത് മുടികേര എത്തുന്ന ഹൈവേ ആണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് നമുക്ക് വാട്ടർഫോൾസ് കിട്ടുക. ഈ പോകുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം കുറച്ച്. അപ്പോൾ നമുക്ക് വാട്ടർഫോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കാം. ആ സ്ഥലത്തിൻ്റെ പേര് ഹൻബലാണ്. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് ആണ് ഏകദേശം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. നമുക്ക് എന്തായാലും അടുത്ത വണ്ടിക്ക് കൈ കാണിച്ച് നോക്കാം. ഇവിടുന്ന് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഇതൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലോങ് പോകുന്ന വണ്ടിക്ക് കൈ കാണിച്ച് നോക്കാം, അല്ലെങ്കിൽ ചെറിയ വണ്ടി ആയാലും മതി. ഇനിയിപ്പോൾ 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. ഹൻബലിന്ന് ഞാൻ നേരത്തെ വന്ന ആ ഒരു കാറില്ലേ, അതിന് ഞാൻ ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷെ അവർ എന്താ പറയുക, റിസോർട്ടിലത്തെ ടാക്സി ആണെന്നും പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിച്ചു. അങ്ങനെ ഒരു രക്ഷയില്ലാതെ കണ്ടപ്പോഴേക്ക് 100 രൂപ കൊടുക്കേണ്ടി വന്ന്. അപ്പം ടാക്സീൻ്റെ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാണ്ട് എന്താ പറയുക, അങ്ങനത്തെ ആ തരത്തിൽ അയാൾ എന്നോട് 100 രൂപ മേടിച്ച് കളഞ്ഞു എന്നുള്ളത് എനിക്കൊരു വിഷമമായി. അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടർഫോൾസിൻ്റെ ആ ഒരു വഴിക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളുള്ളത് അബ്ബി ഫോൾസിലാണ്. ഇവിടെ സകലേഷ്പുരയിൽ നിന്ന് അത്യാവശ്യം ഒരു മേബി ഒരു 10-15 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലായിരിക്കും. ഇവിടെ അബ്ബി ഫോൾസ് എന്നുള്ള പേരിലാണ് ഈ ഒരു ഫോൾസ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതേപോലെ ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. എല്ലാവരും വെള്ളത്തിൽ കുളിയലാണ്. നമുക്കെന്തായാലും പോയി നോക്കാം, എന്തെല്ലാം പരിപാടി നോക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന തരത്തിലുള്ള ഒരു വാട്ടർഫോളാണ്. ആ ഒരു ചെറിയൊരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പിള്ളേരെല്ലാം ഇങ്ങനെ കളിക്കുന്നതിനെ കാണുന്നുണ്ട്, കുഞ്ഞു മക്കളെല്ലാം പിടിച്ച് മുക്കുന്ന. അപ്പം അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് അബ്ബി ഫോൾസ്. സകലേഷ്പുരയിൽ നിന്ന് അറൗണ്ട് ഒരു 15 കിലോമീറ്റേഴ്സിനും അടുത്തുണ്ടാവും. ഇവിടെ ഹൻബൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് മുടികേര പോകുന്ന റൂട്ടിലാണ് ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു യാത്രയെല്ലാം പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, മുടികേര വഴി ചിക്മംഗ്ലൂർ പോകുന്ന ആൾക്കാരെല്ലാം എന്താ പറയുക, ഈ ഒരു അബ്ബി ഫോൾസ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ അവിടെയുള്ള ആ ഒരു വെള്ളച്ചാട്ടം കടന്ന് ഈ കാട്ടുകൂടി ഇങ്ങനെ നടന്നിങ്ങോട്ട് വന്നു. അപ്പോൾ വന്ന വഴിക്ക് നമുക്കിവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്. ഒരു ചെറിയൊരു അമ്പലം, ശിവലിംഗം വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ചുറ്റും തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു എസ്റ്റേറ്റാണ് കാണുന്നത്. വലിയ തോട്ടം തന്നെയാണ്. ഇവിടെ എല്ലാം കാപ്പീൻ്റെ കൃഷിയാണ് വരുന്നത്. കാപ്പി അടക്കം, കാപ്പി, കുരുമുളക്, അങ്ങനെ പല പല കൃഷികളുണ്ട് ഇവിടെ. അപ്പോൾ അതിനൊത്ത നടുക്കായിട്ട് നമുക്കൊരു അമ്പലം കാണുന്നുണ്ട്. അങ്ങനെ അമ്പലമെല്ലാം കണ്ട് ഈ തോട്ടം നേരെ അങ്ങോട്ടേക്ക് റോഡ് പോകുന്നുണ്ട്. ആ നേരെ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നു
ഈ റോഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്കുള്ള കണക്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വന്ന കാര്യം എക്സ്പ്ലോർ ചെയ്യാം. താഴോട്ടേക്കുള്ള അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് പോയി നോക്കാം. അവിടെ വെയിലുണ്ട്. ഒരു സമാധാനമായിട്ടുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് എൻ്റെ കുറച്ച് പണികളെല്ലാം തീർത്ത് നമുക്ക് ഒരു കുളിയെല്ലാം പാസ്സാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് പോവാം. കുളിച്ച് നല്ല കുപ്പായം മാറ്റി വെച്ചാൽ ഈ കുപ്പായം തന്നെ നല്ല കഴുകി ഉണക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വെയിലത്തിലിട്ട് ഉണക്കി നല്ല ഒരു ഓക്കേഷ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സാണ്. അപ്പോൾ കുളിച്ചതിന് ശേഷം ഞാൻ അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തോർത്തും നമ്മളെ ട്രൗസറും എല്ലാം ഉണക്കാനുണ്ട്. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഒരു മേ ബി ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ ഹൈവേ പിടിച്ച് നേരെ മുതികേര വഴി ചിക്കമംഗളൂരിലേക്ക് പോകാം. ഞാനങ്ങനെ അബി ഫോൾസിൽ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഹൻബൽ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗണാണ്. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു അമളി പറ്റിയ പോലെ അയാൾ ടാക്സിക്കാരനാണെന്നുള്ളത് അയാൾ അണ്ടർ കവർ ടാക്സിക്കാരനാണ് കേട്ടോ. അപ്പം ഇവിടെ എത്തിയിട്ട് ഓക്കെ 100 റുപ്യ എന്ന് പറഞ്ഞിടത്ത് ഞാൻ ഞെട്ടി. അപ്പോൾ അന്നേരത്തെ ആളിങ്ങനെ പറയുന്നുണ്ട് റിസോർട്ടിന് വേണ്ടിയിട്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ആളെ ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. തിരിച്ചു വരുമ്പോൾ ഞാനങ്ങനെയല്ലേ വിചാരിക്കുന്നത്. അത് വല്ലാത്ത പണിയായി പോയി. അപ്പോൾ ചോദിക്കണം ഇനി. ടാക്സി ആണെങ്കിൽ കയറാൻ പാടില്ല, ഓട്ടോ ആണെങ്കിലും കയറാൻ പാടില്ല. നമുക്കിന്ന് വണ്ടി കിട്ടുമോ നോക്കാം. അങ്ങനെ പോവാം. ഹാൻബലിലേക്കാണ് ഇനി പോകേണ്ടത്. അതുവഴി നേരെ ചിക്കമംഗളൂരിലേക്ക് ഹൈവേ ടച്ചാവും. അവിടെ നിന്ന് ഹൈവേ വഴി ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകാം നമുക്ക്. ഞാനങ്ങനെ 2, 3, 4 വണ്ടികളിലായിട്ട് ലിഫ്റ്റ് അടിച്ചുകൊണ്ട് ഞാൻ മൂടിഗിര എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ടൗണാണ്. അപ്പം ഇതിപ്പം ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഇറക്കി തന്നിട്ടുണ്ട്. ഇവിടുന്ന് ചിക്കമംഗളൂരിലേക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നേരെ അടുത്ത പണി എങ്ങനെയാണ്, അടുത്ത വഴി എങ്ങനെയാണെന്ന് നോക്കട്ടെ. നല്ല ബിരിയാണി അടിച്ചു. അങ്ങനെ ബിരിയാണി അടിച്ചപ്പോൾ എൻ്റെ എനർജി എല്ലാം ഇങ്ങോട്ട് സൈഡായി. പിന്നെ നല്ല ഉറക്കെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ബസ് കയറാണ്. അങ്ങനെ ബസ്സെല്ലാം കയറി നേരെ ചിക്കമംഗളൂർ എത്തിയിട്ടുണ്ട്. ചിക്കമംഗളൂർ ടൗണിലാണുള്ളത്. ഇവിടെ എന്താ സംഭവം വെച്ചാൽ അങ്ങ് ദൂരെ നമുക്ക് പീക്ക് കാണാം. മുള്ളിയാനഗിരി പീക്ക്, അതേപോലെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന നമുക്കിവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കാമെന്ന്. അപ്പം ഞാൻ സെർച്ച് ചെയ്തതിൽ ചീപ്പസ്റ്റ് സ്റ്റേ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻബോക്സ് ബങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഫെസിലിറ്റി ഉണ്ട്. ഡോർമിറ്ററി പോലത്തെയാണ്, ബങ്കർ ഉണ്ടാവും. ഒരു റൂമിൽ 10 ആൾ 15 ആൾക്കാർ അങ്ങനെ ആയിരിക്കും ചിലപ്പം. അങ്ങനെ തന്നെയാണ്. അപ്പം അത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവുന്നത് 241 രൂപ, 270 രൂപ അങ്ങനെയാണ് ആ ഒരു ചാർജെല്ലാം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ അവിടെ ഒന്ന് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്, ഞാൻ പ്രതീക്ഷിച്ചത് തണുപ്പായിരിക്കും. പക്ഷേ തണുപ്പൊന്നുമില്ല. എന്താ പറയുക, ചൂടാണ്. ചിലപ്പോൾ മഴക്കാറുള്ളതുകൊണ്ടായിരിക്കും ഒരു ഉഷ്ണം. അപ്പം സ്റ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നമുക്ക് പോയി നോക്കാം. നടന്ന് ക്ഷീണിച്ചിട്ട് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ബുക്ക് ചെയ്ത ആ ഒരു ഡോർമെറ്ററി ഫെസിലിറ്റി ഇവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. പിന്നെ ഇവിടുന്ന് മുള്ളയാനഗിരി പീക്കിലേക്കെല്ലാം പോകണമെങ്കിൽ ഇവിടുന്ന് 20 കിലോമീറ്റർ ജീപ്പ് അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ വണ്ടി പിടിച്ചിട്ട് പോകണം. അല്ലാതെ അങ്ങോട്ട് പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ടൂറിസ്റ്റുകളെല്ലാം പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലിഫ്റ്റ് കിട്ടാനെല്ലാം കുറേ ബുദ്ധിമുട്ടാവും. പിന്നെ ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരെ ഒരു സഹായത്തോടുകൂടി അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ടൈം കൺസ്യൂം ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ബാക്ക് പാക്ക് വെച്ചുകൊണ്ട് നമുക്ക് പോവുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുന്ന സൗകര്യം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാനിന്നിവിടെ ബുക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് സിറ്റിയിലുള്ള ഈ ഒരു ഏരിയ, ടൗൺ ഏരിയയും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടോ ഈ ഒരു ടൗണിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നോക്കാം. മുള്ളയാനഗിരി പീക്ക്, അതേപോലെ വ്യൂ പോയിൻറ്റുകൾ, അതെല്ലാം നമുക്ക് കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ നടക്കില്ല. അതേപോലെ നമ്മുടെ ആ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ചിക്കമംഗളൂർ അല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങോട്ട് മെനക്കെട്ട് പോകുന്നില്ല.
ഭയങ്കര ചൂടായിരുന്നേ വന്നിറങ്ങിയ പാടെ. ഇപ്പം പെട്ടെന്ന് തണുത്ത കാറ്റടിച്ച് ആകെ കൂളായി, ഭയങ്കര തണുത്ത കാറ്റ്. അപ്പം ടൈം രാത്രിയാകും തോറും തണുപ്പ് കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്പം 5:30 അപ്പം തണുത്ത കാറ്റ് നല്ല രീതിയിൽ ആ ഒരു ഫ്രഷ്നെസ് ഫീലാകുന്ന രീതിയിലുള്ളൊരു കാറ്റ്. എന്തായാലും ആ ഒരു ബസ് ഇറങ്ങിയ പാടുള്ളൊരു ചടപ്പം ഇങ്ങോട്ട് മാറി. ഞാനങ്ങനെ നടന്നിട്ട് നമ്മുടെ ആ ഒരു ബങ്കറിൻ്റെ ഇൻബോക്സ് ബങ്കർ എന്ന് പറഞ്ഞ മുകളിൽ കണ്ട, അപ്പം അതിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് ഇതുവഴിയാണോ എന്നറിയില്ല, ബോർഡൊന്നും കാണുന്നില്ല. ജസ്റ്റ് കയറി നോക്കാം. ഇതാണ് നമ്മളെ എന്താ പറയുക സ്റ്റേ ചെയ്യാനുള്ള ബങ്കർ ബെഡ്സ്. ഇവിടെ 232 റുപ്പീസ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 230 രൂപ 240 രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ നല്ലൊരു ബെഡും ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. AC ഒന്നും അല്ല കേട്ടോ, നോർമൽ റൂം. അങ്ങനെ ഒരു കോമൺ വാഷ്റൂം ഏരിയ ഉണ്ട്. ഇവിടെ വാഷ്റൂംസ് ഉണ്ട്. വാഷ്റൂമെല്ലാം അത്യാവശ്യം വൃത്തിയുണ്ട്, ഒരു ഗുഡ് ക്വാളിറ്റിയുള്ള വാഷ്റൂംസാണ്. പക്ഷേ ഇതെല്ലാം ഒരു പഴയ നിലവും പഴയ ലുക്ക, വലിയ വൃത്തിയൊന്നും തോന്നുന്നില്ല. ബഡ്ജറ്റ് സ്റ്റേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചീപ്പസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അത്. അപ്പം ഇവിടെ വെച്ചാൽ 24 മണിക്കൂർ ചെക്ക് ഇൻ ചെക്ക് ഔട്ടാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഇവരെ എന്താ പറയുക കണ്ടീഷൻസിൽ പറയുന്നത് 8 മണി വരെ ചെക്ക് ഇൻ, പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 മണിക്കാണ് ചെക്ക് ഔട്ട് എന്ന് പറയുന്നുണ്ട്. ചീപ്പസ്റ്റ് ഓപ്ഷന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇൻബോക്സ് ബങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. സിറ്റിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് കുറേ ഇങ്ങ് എത്തുമ്പോഴാണ് നമുക്ക് സൈഡിൽ തന്നെ ഈ ഒരു സ്റ്റെപ്പ് വഴി കയറിയിട്ട് നമുക്ക് ഇതാണ് ഇവിടെ കയറാനുള്ള സിസ്റ്റം. ഈ ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ അടിച്ചാലാണ് നമുക്ക് ലോക്ക് ഒഴിവാക്കിയിട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ വെള്ളമെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലോഞ്ച് ഉണ്ട്. പലതരം റൂംസ് ഉണ്ട്. നമുക്ക് 4 ആൾക്കാർക്ക് ഷെയറിംഗ് ഉള്ള റൂംസ് ഉണ്ട്, 10 ആൾക്കാർക്ക് ഷെയറിംഗ് ഉള്ള റൂംസ് ഉണ്ട്. അപ്പോൾ ഞാനെന്നാലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ടൗണിലേക്ക് ഇറങ്ങാം. ചിക്കമംഗ്ലൂർ ടൗണിൽ കൂടെ ഉള്ളൊരു നടത്തവും നിയർ ബൈ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കാം. ഞാനിപ്പം സ്റ്റേ അടിച്ച റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണുള്ളത്. കുറച്ച് നേരം കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നിട്ട് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഇവിടെയുള്ള ചേട്ടനോട്, കോഫി കുടിക്കുന്ന ഷോപ്പിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സിറ്റിയിൽ ഒന്നും കാണാനില്ല, പക്ഷേ ഇവിടെ മൊത്തത്തിൽ 10-12 സ്ഥലങ്ങൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണാനുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് റെൻ്റൽസ് എടുത്തിട്ട് 500 രൂപ 800 രൂപയൊക്കെ ആവുള്ളൂ അത്രേ. അപ്പം 1000 രൂപയ്ക്ക് നമുക്ക് മൊത്തം എന്താ പറയുക എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ട് വരാം. അത്രേ പെട്രോൾ. അപ്പം 500 രൂപയ്ക്കെല്ലാം സ്കൂട്ടർ കിട്ടുന്നുണ്ട്. 700-800 രൂപ റേഞ്ചിൽ നമുക്ക് പോയി എല്ലാ സ്ഥലങ്ങളും കണ്ടു വരാൻ പറ്റും. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഒറ്റയ്ക്കാണെങ്കിൽ, ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ കാർ എടുക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ജീപ്പ് ഉണ്ട്, അത് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴേ പറ്റുള്ളൂ. ആ പീക്കിൻ്റെ എല്ലാം കുറേ ദൂരം മാറിയിട്ടാണ് ചിക്കമംഗ്ലൂർ സിറ്റി ഉള്ളത്. നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു സിറ്റിയാണ്. എൻ്റെ ഒരു പ്ലാന് ആ ഒരു രീതിയിൽ പോയാൽ വർക്കൗട്ട് ആവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇരുന്ന് തീരുമാനിക്കാം. ഇന്ന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചിട്ട് റൂമിൽ പോയി ഇരുന്നിട്ട് അതെല്ലാം കഴിച്ചങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഉച്ചയ്ക്ക് നല്ല ബിരിയാണി അടിച്ചതിന് ശേഷം നല്ല ക്ഷീണം പിടിച്ച്, അതുകൊണ്ട് പിന്നെ തീരെ വീഡിയോസൊന്നും ഉണ്ടായില്ല. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ബോൺ വോയേജ്.